ചിലപ്പോൾ എല്ലാം അനുകൂലമായിരിക്കും, ചിലപ്പോൾ എല്ലാം പ്രതികൂലമായിരിക്കും. ഇപ്പോൾ പ്രതികൂലത്തിൻ്റെ സമയമാണ്. ഏതായാലും 2 പേരക്ക ഒതുങ്ങി വെച്ചിരുന്നു, അത് കിട്ടിയിട്ടുണ്ട്. പ്രതികൂലത്തിൻ്റെ സമയമാണെന്ന് പറയാൻ കാരണം നമ്മളെ കുറേ തൈകൾ വളർന്നു വരുന്നത് വളർച്ച മരടിച്ചും പിന്നെ വളർന്നു കഴിഞ്ഞത് ചോദിച്ചവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുമാണ് ഇന്ന് നീങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സ്ഥിതിവിശേഷം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് അനുകൂലമായിരിക്കും, ചിലപ്പോൾ പ്രതികൂലമായിരിക്കും. ഏതായാലും സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക. അപ്പോൾ നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക എന്നതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ കുറേ തൈകൾ കുറേ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നഴ്സറികൾക്കൊക്കെ, ഇവിടെയുള്ള നഴ്സറികൾക്കൊക്കെ ചെറുനാരങ്ങ പേരക്കൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ ഒന്നും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ കുറിയറായിട്ട് ചോദിച്ചവർക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറേ തൈകൾ നഷ്ടപ്പെട്ടു പോയി, ഉണങ്ങിയിട്ട് ശ്രദ്ധയില്ലാതെ ഉണങ്ങിപ്പോയി. പേരക്കയുടെ തൈകളൊക്കെ ഒരു 10-20 എണ്ണം പോലെ ഉണങ്ങിപ്പോയി. പിന്നെ ചിലത് വളർച്ച മരടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിങ്ങനെയൊന്നും അല്ല നമ്മുടെ പേരക്ക തൈകൾ ഉണ്ടാവില്ല, നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകും. പക്ഷേ നമ്മൾ കണ്ണും നോട്ടം എത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. പേരക്കയേക്കാൾ നമ്മൾ വെച്ച തൈകളേക്കാൾ കൂടുതലാണ് അതിൻ്റെ കള വളർന്നിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ചീരയാണെങ്കിലും നമ്മൾ അതിനൊന്നും ഒരിക്കലും അനുവദിക്കില്ല. കാരണം നമ്മളെ തൈകളാണ് നമ്മളെ പ്രധാനം. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, നമ്മളെ നല്ല ഇനം ചെറുനാരങ്ങയുടെ തൈകളാണ്. അപ്പോൾ ഇത് കണ്ടോ, അതിന് ഇപ്പോൾ പുഴുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് പുഴുക്കളാണ്. കാരണം നമുക്ക് ഒന്നിനും പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഒരു പുഴുക്കോടിനെ പോലും മരുന്നടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൊറിയറായിട്ട് ചോദിച്ചവരൊക്കെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഉദ്ദേശിച്ച രീതിയിലൊന്നും തൈകളൊന്നും ശരിക്കും വളർന്നിട്ടില്ല. പിന്നെ ചെറുനാരങ്ങയുടെ തൈകളൊക്കെ നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്, പക്ഷേ പേരക്കയുടെ തൈകളൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും വളർന്നിട്ടില്ല. പിന്നെയാണെങ്കിൽ ചോദിച്ചവർക്ക് എത്തിച്ചു കൊടുക്കാനിപ്പോൾ നമുക്ക് കഴിയാത്ത സാഹചര്യമാണ്. പിന്നെ പേരക്കയുടെ തൈകളൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിറയെ കായ്ക്കുന്ന പേരക്കകളാണ്. അത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലായിടത്തും അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഒരു സ്ഥലത്തും നല്ല രീതിയിൽ ഇല്ല. നമ്മളെ കയ്യെത്തുന്ന സ്ഥലം ഇത് നമ്മൾ കയ്യെത്തിയിട്ടില്ലെങ്കിൽ, കയ്യും കണ്ണും എത്തിയിട്ടില്ലെങ്കിൽ എല്ലാം അലങ്കോലം തന്നെയാണ്. നമ്മളിൽ ആർക്കായാലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു പോകും. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തമായിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു വരുന്നത്, നമുക്കിടയിൽ പല സാഹചര്യങ്ങളും കടന്നു പോകും. അനുകൂലമായതും പ്രതികൂലമായതും പല സാഹചര്യങ്ങളും കടന്നു പോകും. അപ്പോൾ നമുക്ക് കിട്ടിയ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നതോടൊപ്പം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരട്ടെ എന്നും കൂടി നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തമായിട്ട് അനുകൂലമായിട്ടുള്ള കാലങ്ങളും സാഹചര്യങ്ങളൊക്കെ തിരിച്ചു വരട്ടെ എന്ന് മാത്രം പറഞ്ഞ് നമ്മളിന്ന് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.